السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. വഴിവിളക്കിലെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. കടവത്തൂരിൽ നിന്ന് അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ ചോദിച്ചിട്ടുള്ള ചോദ്യം. ഒരു പണ്ഡിതൻ സുബഹ നമസ്കാരത്തിന് ശേഷം നടത്തുന്ന ക്ലാസ്സിൽ സൂറത്ത് ആല ഇംറാനിലെ 104 ആയത്ത് വിശദീകരിച്ചെന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം ഭിന്നിക്കാൻ പാടില്ല എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ ഏത് ഫാജിറിന്റെയും മുബ്തദിഇന്റെയും പിന്നിൽ നമസ്കരിക്കാം എന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ തടങ്കലിലാക്കപ്പെട്ടപ്പോൾ ഈ കലാപകാരികളിൽപ്പെട്ട ആളോടൊപ്പം നമസ്കരിക്കാമോ എന്നതിന് അദ്ദേഹം അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിദേഹത്തിന്റെ ആളുകളെല്ലാം തുടരാം എന്ന നിലക്ക് സംസാരിക്കുകയുണ്ടായി. സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ അധ്യായമുണ്ടോ, അതിന്റെ വസ്തുത എന്താണ് എന്നതാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ള ചോദ്യം. അതിനുള്ള മറുപടി, സഹീഹുൽ ബുഖാരിയിലുള്ള അധ്യായം തലക്കെട്ടിൽ നമസ്കരിക്കണമോ നമസ്കരിക്കേണ്ടയോ എന്ന് പറയുന്നില്ല. അത്തരം നമസ്കാരത്തെക്കുറിച്ച് എന്താണ് ബാബു ഇമാമത്തിൽ മഫ്തൂനി വൽ മുബ്തദിഇ, ഫിത്നയിൽ അകപ്പെട്ടവന്റെയും ബിദ്അത്ത് ചെയ്യുന്നവന്റെയും ഇമാമത്തിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്നതാണ്. തൊട്ട് താഴെ കൊടുക്കുന്നത് ഹസൻ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞതായി ഒരു തഅലീഖായി ഒരു വാചകമാണ്, സനദില്ലാതെ. സ്വല്ലി, നീ നമസ്കരിക്കുക, വഅലൈഹി ബിദ്അത്തുഹു, അവന്റെ മേലാണ് അവന്റെ ബിദ്അത്ത്, അതായത് ബിദ്അത്തുള്ളവന്റെ ആണ് അതിന്റെ ശിക്ഷ, അതുകൊണ്ട് നീ നമസ്കരിച്ചോ എന്ന് ഹസൻ ബസ്രി എന്ന താബിഈ പണ്ഡിതൻ പറഞ്ഞതായ സനദില്ലാതെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാചകം. പിന്നീട് ഉദ്ധരിക്കുന്നത് 695 നമ്പർ ഹദീസായി ഉബൈദുല്ലാഹി ഇബ്നു അദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് വീട്ടിൽ തടങ്കലിൽ ആയിരിക്കുന്ന സമയത്ത് ചോദിച്ചു, നിങ്ങളാണല്ലോ ഞങ്ങളുടെ എല്ലാവരുടെയും ഇമാം. എല്ലാവരുടെയും എന്നാൽ ഇമാമു ആമ്മ, പൊതുജനത്തിന്റെ അല്ലെങ്കിൽ ഒന്നായിട്ടുള്ള എല്ലാ ആളുകളുടെയും ഇമാമ് നിങ്ങളാണല്ലോ, ഇമാമുൽ അഅ്ലം. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടായ അവസ്ഥ നമുക്കറിയാം. ഞങ്ങൾക്ക് നമസ്കരിക്കുന്നത് ഫിത്നയുടെ ഇമാമാണ്, ഞങ്ങൾക്കതിൽ വലിയ പ്രയാസം അനുഭവപ്പെടുന്നു. അപ്പൊ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. അതിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നൽകിയ മറുപടി, ജനങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല പ്രവൃത്തി നമസ്കാരമാണ്. ജനങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ നീ അവരോടൊപ്പം നന്മ ചെയ്യുക. ജനങ്ങൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ തിന്മയെ നീ വിട്ടേക്കുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവനോടൊപ്പം നന്മ ചെയ്യാം, തിന്മ ചെയ്യുന്നവനോടൊപ്പം അവന്റെ തിന്മയിൽ നീ സഹകരിക്കേണ്ടതില്ല എന്ന മറുപടി തന്നെ. അപ്പൊ ഇതിൽ നിന്ന് ഈ പറഞ്ഞ ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുന്നതിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എതിർത്തിട്ടില്ല എന്ന് കിട്ടും. അതല്ലാതെ ഇവിടെ ബിദ്അത്ത് ചെയ്യുന്ന ഇമാമിനെ കുറിച്ചുള്ള ചോദ്യം ഈ ഹദീസിലില്ല. തലക്കെട്ടിൽ കൊടുത്ത മഫ്തൂൻ, ഫിത്നയിൽ അകപ്പെട്ടവൻ എന്നത് ഈ ഹദീസിൽ പരാമർശിച്ച വിഷയമാണ്. മുബ്തദിയെ സംബന്ധിച്ച് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ മഫ്തൂനെ പോലെ ബിദ്അത്തിനെയും അവന്റെ വിധിയെക്കുറിച്ച് ആണ് എന്ന നിലക്കാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്നാമതായി പറയാനുള്ളത്, ഈ ഹദീസിൽ ഫിത്നയിൽ അകപ്പെട്ടവന്റെ പിന്നിൽ നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. ഇബ്നു ഹജർ അസ്ഖലാനി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ആ പറയുന്ന കൂട്ടത്തിൽ എല്ലാ മുത്തദീന്റെയും കൂടെയോ നമസ്കരിക്കാമെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. മറിച്ച് ഇമാം അസ്ഖലാനി പറയുന്നത്, ഈ ഹദീസിൽ നിന്ന് ഉള്ള മനസ്സിലാക്കാവുന്ന കാര്യം, ഫിത്നയുടെ കാലഘട്ടത്തിലാണെങ്കിലും ഭിന്നിപ്പ് വർദ്ധിക്കാതിരിക്കാൻ അനിവാര്യമായ കാര്യം ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക, അതിനുള്ള പ്രേരണ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഫിത്ന നിറഞ്ഞ കാലഘട്ടമാണ്, ഭരണാധികാരികൾക്കെതിരെ നടക്കുന്ന കലാപങ്ങളും ഫിത്നകളും, അങ്ങനെയുള്ള അതാണ് ഇവിടുത്തെ പശ്ചാത്തലം. അങ്ങനെയുള്ള ഫിത്നയുടെ കാലഘട്ടത്തിൽ ഭിന്നതയില്ലാതിരിക്കാൻ വേണ്ടി ജമാഅത്ത് നമസ്കരിക്കാൻ, ജമാഅത്തിൽ പങ്കെടുക്കണം എന്നൊരു പ്രേരണ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വഫീഹി അന്ന സ്വലാത്ത ഖൽഫ മൻ തുക്റഹു സ്വലാത്തു ഖൽഫഹു ഔലാ മിൻ തഅ്തീലിൽ ജമാഅ, ഏതൊരാളുടെ പിന്നിൽ നമസ്കരിക്കുന്നത് കറാഹത്താക്കപ്പെടുമോ അങ്ങനെയുള്ള കറാഹത്താക്കപ്പെടുന്ന ഒരു ഇമാമിന്റെ പിന്നിൽ വെച്ച് നമസ്കരിക്കുക എന്നതാണ് ജമാഅത്ത് ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ എന്താണ് ഇബ്നു ഹജർ അസ്ഖലാനി ഇതിൽ മനസ്സിലാക്കിയത്? അദ്ദേഹം ഇവിടെ മുബ്തദീന്റെ പിന്നിൽ നമസ്കരിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, ഹദീസിലും അതില്ല. പിന്നെയോ ഭിന്നിപ്പില്ലാതിരിക്കാൻ, പ്രത്യേകിച്ച് കലാപുണ്ടാകുമ്പോൾ കൂടുതൽ ഭിന്നിപ്പും രൂക്ഷവും കലാപങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത്തരം ഒരാളുടെ പിന്നിൽ വെച്ച് ജമാഅത്ത് നമസ്കരിക്കാം, അത് ഭിന്നിപ്പ് ഒഴിവാക്കാനാണ്. പിന്നെ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളുള്ളത് ഈ ജമാഅത്തിൽ പങ്കെടുക്കലാണ്. അവിടെ അദ്ദേഹം ഉപയോഗിച്ച വാക്കെന്താ? ആരുടെ പിന്നിൽ നമസ്കാരം കറാഹത്തായി തീരുന്നുവോ അവന്റെ പിന്നിൽ വെച്ച് നമസ്കരിക്കാം. അതിൽ നിന്ന് കറാഹത്തായി തീരുമോ എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്നവനിൽ നമസ്കരിക്കാമെന്നോ ശിർക്കുള്ള ബിദ്അത്ത് ചെയ്യുന്നവനിൽ നമസ്കരിക്കാമെന്നോ ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ അതിൽ പരാമർശിച്ചിട്ടുമില്ല. ഇബ്നു ബത്വാൽ അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയുടെ
ഷർഹിൽ 2-ാം വാള്യം 324-ാമത്തെ പേജിൽ അബൂ ജഅഫർ ദാവൂദി പറഞ്ഞതായി ഫിത്നയുടെ ഇമാമാണ് ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അബൂ ജഅഫർ പറഞ്ഞ വാചകം ഇബ്നു ബത്താൽ ഉദ്ധരിക്കാൻ. ഫിത്നയുടെ ഇമാമാണ് എന്ന് പറയാൻ കാരണം ഫിത്നയുള്ള സന്ദർഭത്തിൽ അവരുടെ ഇമാമല്ലാത്ത മറ്റൊരു ഇമാമാണ് നമസ്കരിക്കുന്നത്. ഇനി ആ നമസ്കരിക്കുന്ന ഇമാമാകട്ടെ അദ്ദേഹം ലൈസ അന്ന ദാലിക്കൽ ഇമാം യദ്ഉ ഇലാ ഫിത്നത്തിൻ വയസ്ആ ഫീഹാ, അവിടെ നമസ്കരിച്ച ഇമാമാകട്ടെ അയാൾ ഫിത്നയിലേക്ക് ക്ഷണിക്കുന്നവനോ ഫിത്നക്ക് വേണ്ടി പരിശ്രമിക്കുന്നവനോ ആയിരുന്നില്ല. ഈ ആശയത്തെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാചകം തന്നെ സൂചിപ്പിക്കുന്നു. കാരണം എന്താ? അസ്വലാത്തു അഹ്സനു മാ യഅമലുൻ നാസ്, ജനങ്ങൾ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യം നമസ്കാരമാണ്. അവർ ഇഹ്സാൻ ചെയ്താൽ നിങ്ങൾ അവരോടൊപ്പം ഇഹ്സാൻ ചെയ്യുക, അവർ ചീത്ത പ്രവർത്തിച്ചാൽ അവരുടെ ചീത്തയെ നിങ്ങൾ വെടിഞ്ഞേക്കുക എന്നാൽ. അപ്പൊ ഇവിടെ ഈ ആളുകൾ തിന്മയിലേക്ക് ഫിത്നയിലേക്ക് ക്ഷണിക്കുന്നവരാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടുകയില്ല എന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി സൂചിപ്പിക്കുന്നത്. ഇത് എന്റെ വാചകമല്ല, ഇബ്നു ബത്താൽ ഈ ഹദീസിന്റെ ഷർഹിൽ കൊടുത്തതാണ്. മാത്രവുമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ചോദിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഇമാം ഫിത്നന്റെ ഇമാമ് എന്ന് പറഞ്ഞവരെ കുറിച്ച് മറുപടി പറഞ്ഞപ്പോൾ ലം യദ്കുർ അല്ലദീ അമ്മഹും ബിമക്റൂഹിൻ, ആരെ കുറിച്ചാണോ ചോദിച്ചത് ആ ഇമാമിനെ കുറിച്ചുള്ള മറുപടിയിൽ ആ ഇമാമിനെ കുറിച്ച് വെറുക്കപ്പെട്ട ഒരു കാര്യവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തിട്ടില്ല. പിന്നെ ഇബ്നു ബത്താൽ പറയാം, ഈ പറഞ്ഞത് ശരിയാണ് എന്നതിനുള്ള തെളിവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തടവിലാക്കപ്പെട്ടപ്പോൾ ഇമാമെന്ന ആളുകളൊക്കെ ഈ ബിദ്അത്തിന്റെ അല്ലെങ്കിൽ ഫിത്നയുടെ ആളുകളാണ് എന്ന് ഈ പറഞ്ഞതിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതിന് അദ്ദേഹം പറയുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉപരോധിക്കപ്പെട്ട കാലത്ത് ശ്രേഷ്ഠരായ സഹാബികളിൽപ്പെട്ട പലരും ഇമാമായി നമസ്കരിച്ചിട്ടുണ്ട്. ആരാണ്? അബൂ അയ്യൂബ്, സഹ്ൽ ഇബ്നു ഹുനൈഫ്, അദ്ദേഹത്തിന്റെ മകൻ അബൂ ഉമാമ, പിന്നെ അംർ ഇബ്നു ശൈബ, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചതുപോലെ സനദോടുകൂടി ഒരു വെള്ളിയാഴ്ച ജനങ്ങളെയുമായി ഇമാമത്ത് നിന്നത് സഹ്ൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നുണ്ട്. അപ്പൊ എന്താ? നിസ്കരിച്ച ഇമാമെന്ന ആളുകളെല്ലാം ഈ ആളുകളല്ല, ഇങ്ങനെയുള്ള പ്രമുഖരായ സഹാബികൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുവാദത്തോടുകൂടി തടവിലാക്കപ്പെട്ട ദിവസങ്ങളിൽ ഇമാമായി നമസ്കരിച്ചിട്ടുണ്ട്. ഇനി കൗസറുൽ മആനി അദ്ദറാരി ഫി കശ്ഫി ഖബായ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന സഹീഹുൽ ബുഖാരിയുടെ ഷർഹിൽ 9-ാം വാള്യം 20-ാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാം. ഈ ആളുകൾ മദീനയെ ആക്രമിച്ചു, കലാപത്തിന് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് നമസ്കരിക്കാനായി ആ സമയത്ത് പുറപ്പെടാറുണ്ടായിരുന്നു ഒരു മാസക്കാലം. അപ്പൊ ഈ ആളുകൾ കൂഫയിൽ നിന്നും ഈജിപ്തിൽ നിന്നും ആളുകൾ വന്ന് കലാമുണ്ടാക്കിയപ്പോ ഒരു മാസക്കാലം ഇമാമായി നമസ്കരിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ ഒരു ദിവസം അദ്ദേഹം ഇമാമത്ത് നിൽക്കാൻ പോയി. അപ്പൊ ആളുകൾ അദ്ദേഹത്തെ ചരൽക്കല്ലെടുത്തെറിഞ്ഞു. അങ്ങനെ അദ്ദേഹം മിമ്പറിന്മേൽ വീണു. അന്ന് അദ്ദേഹത്തിന് നമസ്കരിക്കാൻ സാധിച്ചില്ല. പിന്നെ അദ്ദേഹം തടവിലാക്കപ്പെട്ട ദിവസങ്ങളിൽ മുകളിൽ പറഞ്ഞതുപോലെ അബൂ ഉമാമ, സഹ്ൽ ഇബ്നു ഹുനൈഫ് തുടങ്ങിയ ആളുകൾ നമസ്കരിച്ചിട്ടുണ്ട്, ഇമാമായി നമസ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുവാദത്തോടു കൂടിയായിരുന്നു എന്ന് അദ്ദേഹവും രേഖപ്പെടുത്തുന്നു. അപ്പൊ എന്താ? എന്നും ഇവിടെ ഇമാം എന്നത് ഫിത്നയുടെ ഇമാമല്ല. ഒരു മാസം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്നെയാണ്. പിന്നെ ഇപ്പറയപ്പെട്ട സഹാബികളും അലി റളിയല്ലാഹു അൻഹു അടക്കം അതും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അംർ ഇബ്നു ശബ്ബ സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിച്ചതിൽ കാണാം സ്വല്ലാ ബിഹിം അലി ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബും അവർക്ക് ഇമാമായി നമസ്കരിച്ചിരുന്നു. അപ്പൊ ഇടക്ക് ഈ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോകാൻ പറ്റാതാവുകയും സഹാബത്തിനും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ചോദ്യം വന്നത്. അതിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടിയിൽ അവരെക്കുറിച്ച് മക്രൂഹായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നും മുകളിൽ നാം വായിക്കുകയുണ്ടായി. അപ്പൊ ഇത് വായിച്ചാൽ, ഈ ഹദീസും വിശദീകരണം വായിച്ചാൽ എന്താ മനസ്സിലാക്കുക? എല്ലാ മുബ്തദിഇന്റെയും പിന്നിൽ പോയി നമസ്കരിക്കാം എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ തെളിവ് പിടിച്ചിട്ടുണ്ടോ? ഇല്ല. തലക്കെട്ടിൽ മുബ്തദി എന്നൊരു വാചകം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ആ വാചകം മുബ്തദി എന്ന് പറഞ്ഞാൽ ഏത് മുബ്തദിയാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? അതും നമുക്ക് ഇതേ ഹദീസിന്റെ സഹീഹുൽ ബുഖാരിയുടെയും അല്ലാത്തതുമായ ഷർഹുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രസിദ്ധ ഗ്രന്ഥമായ ഔനുൽ മഅബൂദ് അതിന്റെ 2-ാം വാള്യം 214-ാമത്തെ പേജിൽ നന്മ ചെയ്യുന്നവന്റെയും ഫാജിറിന്റെയും ഇമാമത്തിനെ സംബന്ധിച്ച അധ്യായം എന്ന തലക്കെട്ടിൽ 594-ാമത്തെ ഹദീസായി കൊടുത്തിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഖ്ഹൂൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അസ്സലാത്തുൽ മക്തൂബത്തു വാജിബത്തുൻ ഖൽഫ കുല്ലി മുസ്ലിമിൻ ബർറൻ ഖാന ഔ ഫാജിറൻ. ഇത് സാധാരണ ആളുകൾ ഉദ്ധരിക്കുന്നതാണ്. ഈ തത്വം ശരിയാണോ അല്ലേ എന്നുള്ളതല്ല, ഇങ്ങനെ ഹദീസുണ്ട് എന്ന പേരിൽ ഉദ്ധരിക്കപ്പെടുന്നു. എന്താണത്? ഏതൊരു മുസ്ലിമും, അവൻ പുണ്യം ചെയ്യുന്നവനാകട്ടെ തമ്മാടിത്തം ചെയ്യുന്നവനാകട്ടെ, ഏതൊരു മുസ്ലിമിന്റെയും പിന്നിൽ വെച്ച് നമസ്കരിക്കൽ, ഫർള് നമസ്കാരം നിർവഹിക്കൽ നിർബന്ധമാകുന്നു. ദാറഖുത്നി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ
എന്നാൽ ഈ ഹദീസിനെ കുറിച്ച് പരിശോധിച്ചാൽ ഇവിടെ അബൂ ഹുറൈറയിൽ നിന്ന് മക്ഹൂലാണ് ഉദ്ധരിക്കുന്നത്. മക്ഹൂൽ എന്ന താബിഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല. അപ്പൊ കാണാത്ത ഒരാൾ എങ്ങനെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുക? അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സ്വീകാര്യോഗ്യമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. താഴെ ഈ ഹദീസ് കൊടുത്തതിനു ശേഷം ഇതിന്റെ മുസന്നിഫ് പറയുകയാണ്, ഈ ഹദീസ് വ്യത്യസ്ത വഴികളിലൂടെ സനദുകളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞതുപോലെ ആ റിപ്പോർട്ടുകളെല്ലാം വാഹിയത്തുൻ ജിദ്ദൻ, വളരെ 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 ദുർബലമായ റിപ്പോർട്ടുകളാകുന്നു. റുഖൈലി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ആശയത്തിൽ വന്നിട്ടുള്ള അവയുടെ സനദുകളൊന്നും തന്നെ സ്ഥിരപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി സുബുലുസ്സലാമിൽ ഇങ്ങനെ എമ്പാടും ഹദീസുകളുണ്ട്. ഏത് ഹദീസ്? എല്ലാ പുണ്യവാളന്റെയും എല്ലാ ഫാജിറിന്റെയും പിന്നിൽ വെച്ച് നമസ്കരിക്കാം, ആ നമസ്കാരം സാധുവാണ് എന്ന് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. പക്ഷേ ഇല്ല അന്നഹാ കുല്ലഹാ വഈഫത്തുൻ, അവയെല്ലാം തന്നെ ദുർബലമാകുന്നു. എന്നിട്ട് പിന്നെ കൊടുക്കുന്ന ഹദീസ് എന്താ? അതിന്റെ ശേഷം കുറച്ച് ഹദീസ് ധരിക്കുന്നുണ്ട്. ഏത് നമ്മാടിയുടെയും പിന്നിൽ വെച്ച് നിസ്കരിക്കാം എന്നതിന് എതിരായി വരുന്ന ചില റിപ്പോർട്ടുകളും കൊടുക്കുന്നു. ഒരാൾ തന്റെ മതത്തിൽ നല്ല ജുർഅത്ത്, ധൈര്യമുള്ള ആളുകളാരാണോ അവന്റെ പിന്നിലെ നമസ്കരിക്കാവൂ എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ, അവയും ദുർബലമാണ്. എന്നിട്ട് പറയാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ധരിച്ചുകൊണ്ട് പറയാണ്, വലമ്മാ ലഅഫത്തിൽ അഹാദീസു മിനൽ ജാനിബൈൻ, ഈ രണ്ട് തരത്തിൽ പറയുന്ന ഹദീസുകൾ, രണ്ട് നിലക്കുള്ള ഹദീസുകളും ദുർബലമായതുകൊണ്ട് റജഅന ഇലൽ അസ്ൽ, നമ്മൾ അസ്ലിലേക്ക് മടങ്ങുന്നു. അടിസ്ഥാനം എന്താ? വഹിയ അന്നമൻ സഹഹത് സലാത്തുഹു സഹഹത് ഇമാമത്തുഹു, ഏതൊരുത്തന്റെ നമസ്കാരം സാധുവാണോ അവന്റെ ഇമാമത്തും സാധുവാണ് എന്ന അസ്ലിലേക്ക് നമ്മൾ മടങ്ങുന്നു. അപ്പൊ എന്താണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി മനസ്സിലാക്കിയത്? ഏത് ഫാജിറിന്റെയും ഏത് മുബ്തദിഇന്റെയും പിന്നിൽ വെച്ച് നമസ്കരിക്കാമെന്നാണോ? അല്ല. ഏതൊരുത്തന്റെ നമസ്കാരമാണോ അള്ളാഹു സ്വീകരിക്കുക അയാളുടെ പിന്നിൽ നമസ്കരിക്കാം. നമസ്കാരം സ്വീകരിക്കപ്പെടാത്ത ഒരുത്തന്റെ പിന്നിൽ വെച്ച് നമസ്കരിക്കാൻ പാടില്ല, അയാൾ തുടരാൻ പാടില്ല, അയാളെ ഇമാമായി കാണാൻ പാടില്ല. അപ്പൊ എന്തായാലും മനസ്സിലാകുന്നത് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ രണ്ടു തരമുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ബിദ്അത്തുണ്ട്, പുറത്തു പോകാത്ത ബിദ്അത്തുണ്ട്. സുന്നത്തിനെതിരായ ബിദ്അത്ത്, ഈമാനെതിരായ ബിദ്അത്ത്. അപ്പൊ അതിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, നേർച്ചയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ബിദ്അത്തുകൾ ചെയ്യുന്ന ആള് അവൻ ആ പ്രവൃത്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവൃത്തിയാണ്. ശിർക്ക് ചെയ്യുന്നവന്റെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ സ്വീകരിക്കപ്പെടാത്ത ഒരാളുടെ പിന്നിൽ വെച്ച് അള്ളാഹു സ്വീകരിക്കാത്ത നമസ്കാരം നമസ്കരിക്കുന്ന ഒരാൾ പിന്നിൽ നമസ്കരിച്ചാൽ ഇവന്റെ നമസ്കാരവും സാധുവാവുകയില്ല. കാരണം എന്താ? ഇമാമിന്റെ നമസ്കാരം സാധുവല്ല, അവൻ ഈമാൻ നമസ്കാരമല്ല നമസ്കരിക്കുന്നത്. അതാണ് അസ്ല്. ആരുടെ പിന്നിൽ ആരുടെ നമസ്കാരം സാധുവാകുന്നുവോ അവന്റെ പിന്നിൽ വെച്ച് നമസ്കരിക്കൽ പറ്റും എന്ന തത്വത്തിലേക്ക് നമ്മൾ നടക്കുന്നു. അപ്പൊ ഇബ്നു ഹജർ അൽ അസ്ഖലാനി മനസ്സിലാക്കിയതാണ് എല്ലാ മുഖ്തദീന്റെയും പിന്നിൽ നമസ്കരിക്കാമെന്നല്ല. കാരണം മുകളിൽ കൊടുത്ത ഇമാം ബുഖാരിയുടെ തലക്കെട്ടിന് കീഴിലുള്ള ഹദീസ് കൊണ്ട് അങ്ങനെ എല്ലാ മുഖ്തദീന്റെയും കീഴിൽ നമസ്കരിക്കാമെന്നാണെങ്കിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയും ആ മറുപടി പറയണം, ഇല്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇനി ഈ പറയുന്ന ആശയത്തെ ബലപ്പെടുത്തുന്നതാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള 648 ഹദീസ്. ഇതും ഈ ഔനുൽ മഅബൂദ് തന്നെ കൊടുത്തിട്ടുള്ള ഹദീസാണ്. അബൂദർ അൽ ഗിഫാരിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ അൽ ഗിഫാരിയോട് ചോദിച്ചു, നിനക്ക് ഭരണാധികാരികളായ ആളുകൾ വന്നാൽ എന്ത് ചെയ്യും? എങ്ങനെയുള്ള ഭരണാധികാരികൾ? അവർ നമസ്കാരം അതിന്റെ സമയത്ത് നമസ്കരിക്കാതെ സമയം തെറ്റി നമസ്കരിക്കുന്നു, നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നു. അല്ലെങ്കിൽ സമയത്ത് നമസ്കരിക്കുക എന്ന രീതിയെ അവർ മരിപ്പിച്ചു കളയും. എന്നാൽ സമയം തെറ്റിയിട്ട് നമസ്കരിക്കുള്ളൂ, ഓരോ ഭക്തന്റെയും സമയം കഴിഞ്ഞ് നമസ്കരിക്കുക. അങ്ങനത്തെ ഇമാമുകൾ ഭരണാധികാരികൾ വന്നാൽ എന്ത് ചെയ്യും? അപ്പോ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്താ കൽപ്പിക്കുന്നത്? ഞാനത് ചെയ്യാമെന്ന അർത്ഥത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ സമയത്ത് നമസ്കരിക്കുക. അതായത് ഈ ഇമാമിനെ കാത്തുക്കണ്ട, അയാൾ സമയം തെറ്റി നമസ്കരിക്കുന്നത്. അപ്പൊ ഇമാമിനെ കാത്തുക്കാതെ സമയമാകുമ്പോൾ നീ നമസ്കാരത്തിന്റേതായ സമയത്ത് നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ചതിന് ശേഷം ഈ സമയം തെറ്റി നമസ്കരിക്കുന്ന ഇമാമുകൾക്ക് കൂടെ നീ എത്തിയാൽ ഫസല്ലി, അപ്പൊ നീ അവരുടെ കൂടെ നമസ്കരിച്ചോ. ഫഇന്നഹാ ലക നാഫില, നിന്റെ നമസ്കാരം നേരത്തെ കഴിഞ്ഞു, എന്നാൽ ഇവരുടെ കൂടെ നമസ്കരിക്കുന്നതോ അത് എനിക്ക് നാഫിലത്താൻ സുന്നത്തായി തീരും എന്ന് പറഞ്ഞു. അതെന്താ കാരണം? സമയം തെറ്റി നമസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെ നമസ്കരിക്കാമെന്ന ഈ ഇമാമേത അത് ഭരണാധികാരികളാണ്, ഉമറാ എന്നാണ്. ഇതാക്കാലത്ത് അലൈക ഉമറാ, ഭരണാധികാരികളായ ആളുകൾ വന്നാൽ. ഇനി അങ്ങനത്തെ ഒരു ഇമാമുണ്ട് വിചാരിക്കുക, എന്നാലും അങ്ങനെ തന്നെ ആ ഇമാമിന്റെ വീട്ടിൽ നിസ്കരിക്കേണ്ടതില്ല, സമയത്ത് നിസ്കരിക്കണം. ഇനി ഭരണാധികാരിയാണെങ്കിലോ അവിടെ നിസ്കാരം സ്വന്തം നിസ്കരിച്ചാലും ഭരണാധികാരിയുടെ പള്ളിയിൽ എത്തുകയാണെങ്കിൽ അവിടെ അതിന്റെ കൂടെ നമസ്കരിക്കണം എന്ന് പറയാൻ കാരണം ഭരണാധികാരിയെ അനുസരിക്കുക, ഭരണാധികാരിയെ അനുസരിച്ചിട്ടില്ലെങ്കിൽ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാകും എന്ന നിലക്കാണ്. അപ്പൊ ഇമാമിനെതിരെയുള്ള ഒരു പുറപ്പാടായി കാണേണ്ടതില്ല. അങ്ങനത്തെ സ്ഥലത്തെത്തിയാൽ അതിന്റെ കൂടെ നിസ്കരിച്ചു കൊടുക്കും, അനക്കതുകൊണ്ട് ഒരു സുന്നത്തിന്റെ കൂലി കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട്. അപ്പൊ ഇതും എന്തല്ല, ഏത് നമ്മാടിയുടെയും ഏത് വിധേയത്തിന്റെയും പിന്നിൽ പോയി മുത്തദീന്റെയും പിന്നിൽ പോയി നമസ്കരിക്കാമെന്നല്ല. ഭരണാധികാരി അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഈ ഒരു സമീപനം സ്വീകരിക്കണം എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇമാം ബുഖാരിയുടെ സഹീഹിന്റെ ഷർഹിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരി പറയാൻ ഇതിനെതിരായ ചില റിപ്പോർട്ടുകൾ. ഒരു
ഇവര് പറയുന്ന എല്ലാ ഫാജിറിന്റെയും പിന്നിൽ നമസ്കരിക്കാം എന്ന് പറഞ്ഞ ഹദീസ് ദഈഫാണെന്ന് മോള് പറഞ്ഞു. അതിന് തെളിവായിക്കൊണ്ട് ഇബ്നു അസ്ഖലാനി കൊണ്ടുവന്നിട്ടുള്ളത് ഇമാം അഹ്മദ് ഈ ഹദീസിനെ എതിർത്തിട്ടുണ്ട് എന്നതാണ്. ഇമാം അഹ്മദ് ഈ ഹദീസിനെ സ്വഹീഹായി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിനുള്ള തെളിവ് പറയാം. ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കപ്പെട്ടു, അനി സ്വലാത്തി ഖൽഫ കുല്ലി ബർരിൻ വഫാജിർ, ഏത് പുണ്യവാളന്റെയും ഏത് തമ്മാടിയുടെയും പിന്നിൽ വെച്ച് നമസ്കരിക്കാമോ എന്ന ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്, മാ അദ്രി മാ ഹാദാ വലാ അരിഫു ഹാദാ, ഇതെന്താന്ന് എനിക്കറിയില്ല, ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. മാ യംബഗി ലനാ അൻ നുസല്ലിയ ഖൽഫ ഫാജിരി, ഫാജിറിന്റെ പിന്നിൽ നമസ്കരിക്കൽ നമുക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൻകറ ഹാദൽ കലാം, ഈ വാചകത്തെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടി, ഇതേ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്, മാ സമീനാ ബിഹാദാ, ഇക്കാര്യം നമ്മൾ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലാണ്ട് പിന്നെ അംഗീകരിച്ചോ? അറിയില്ല എന്ന് പറഞ്ഞു, മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് പറയണ എന്താ, ഫാജിറിന് പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല എന്നാണ്. അതായത് എല്ലാ ഫാജിറിന്റെയും പിന്നിൽ പോയി നമസ്കരിക്കാം എന്നല്ല, ഫാജിറാണ് ഇമാമായി വരുന്നതെങ്കിൽ അവിടെ തുടരാം. ഒരു ഫാജിറിനെ ഇമാമാക്കാൻ പറ്റുമോ? അത് പറ്റൂല. എന്നാൽ ഒരാൾ തമ്മാടിത്തം ചെയ്യുന്ന ആളാണ് എന്നതുകൊണ്ട് അയാളുടെ പിന്നിൽ നമസ്കരിച്ചാൽ നമസ്കാരം സാധുവാകും എന്ന അഭിപ്രായം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനില്ല. അത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇമാം തഹാവി അടക്കം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ എതിരിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി കൂഫയിൽ നിന്നും അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. ഇബ്നു ബത്വാൽ അദ്ദേഹം ബുഖാരിയുടെ ഷർഹിൽ 2-ാം വാള്യം 326-ാമത്തെ പേജിൽ പറയുന്നു, ബിദ്അത്തിന്റെ ആളുകളുടെയും ഖവാരിജുകളുടെയും പിന്നിൽ വെച്ച് നമസ്കരിക്കാമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ എന്താ, ഒരേ അഭിപ്രായമല്ല, രണ്ടഭിപ്രായമുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറയുന്നു അവരുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കാം, വേറെ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അവരുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കാൻ പാടില്ല, അത് കറാഹത്താണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ കറാഹത്താണ് എന്ന അഭിപ്രായത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ഇമാം മാലിക്കിൽ നിന്ന് ഉള്ള റിവായത്തുകൾ അദ്ദേഹം പറയുന്നു. മാലിക്കിനെ സംബന്ധിച്ച് അഷ്ഹബ് രേഖപ്പെടുത്തുന്നത് ഇബാലിയ, അതായത് ഇന്ന് ഒമാനിലുള്ള വിഭാഗമാണ് അവിടുത്തെ ഭരണവർഗം, ഇബാലിയാക്കളുടെയും വാസിലിയാക്കളുടെയും പിന്നിൽ നമസ്കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇമാം മാലിക്കിനെ സംബന്ധിച്ച് ഇബ്നു നാഫിഅ് ഉദ്ധരിക്കുന്നു, ഒരു പള്ളി, ആ പള്ളിയിലെ ഇമാമ് ഖദരിയാക്കളെ, ഖദറിനെ നിഷേധിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണെങ്കിൽ ആ ഇമാമ് നമസ്കരിക്കുന്ന പള്ളി വിട്ട് വേറൊരു പള്ളിയിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല. അതുപോലെ ഇബ്നുൽ ഖാസിം പറയുന്നു, അങ്ങനെ ഒരാൾ ഇത്തരമൊരു ഇമാം ഉണ്ടാവുകയാണെങ്കിൽ അവരെ തുടർന്നാൽ അവനെന്ത് ചെയ്യണം, അതേ സമയത്ത് തന്നെ മാറ്റി നമസ്കരിക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഇമാം മാലിക്കിനോട് ചോദിച്ചപ്പോൾ വിദേഹത്തിന്റെ ആളുകളുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കാമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അതേ ആൾ തന്നെ പറയാണ്, എന്റെ അഭിപ്രായം അതേ സമയത്ത് അവൻ മാറ്റി നമസ്കരിക്കണം. കാരണം എന്താ, വിദേഹത്തിന്റെ ആളുകളുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ ഇത്തരം ആളുകളുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കാൻ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ക്ലാസ് എടുത്ത ആളും അതുപോലെ പ്രസംഗിക്കുന്ന ആളുകളുടെയും പൊതുവെ മുജാഹിദ് വിഭാഗങ്ങളുടെയും ഒക്കെ നിലപാട് ഏത് മുബ്തദിന്റെയും പിന്നിൽ പോയി നമസ്കരിക്കാമെന്ന് മാത്രമല്ല, ശിർക്ക് ചെയ്യുന്നവന്റെയും പിന്നിൽ പോയി നമസ്കരിക്കാമെന്നാണ്. ഇനി ഇമാം അഹ്മദിന്റെ മറ്റൊരു വാചകം കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഹവയുടെ ആളുകളുടെ പിന്നിൽ ഈ നമസ്കരിക്കരുത്. ഹവ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഇച്ഛക്കനുസരിച്ച് പോകുന്ന ആളുകൾ, ഇതാക്കാൻ ദാഇയൻ ഇലാ ഹവാ, അയാളുടെ ഹവയിലേക്ക് ഇച്ഛയിലേക്ക് ക്ഷണിക്കുന്ന ഒരാളാണെങ്കിൽ, വമൻ സല്ല ഖൽഫൽ ജഹ്മിയ്യി വറാഫിളിയ്യി, ഇനി ജഹ്മിയാക്കളുടെയും റാഫിളിയാക്കളുടെയും പിന്നിൽ വെച്ച് ആരെങ്കിലും നമസ്കരിച്ചാൽ യുഈദു, അവൻ മാറ്റി നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, അവന്റെ നമസ്കാരം ശരിയാവുകയില്ല. വകദാലികൽ ഖദരി ഇദാ റദ്ദൽ അഹാദീസ, ഒരു ഖദറിനെ നിഷേധിക്കുന്ന ഖദരിയുടെ പിന്നിൽ വെച്ച് നമസ്കരിച്ചാലും മാറ്റി നമസ്കരിക്കണം. എന്ത്, ഈ ഇമാമായി നിൽക്കുന്ന ഖദരി ഇദാ റദ്ദൽ അഹാദീസ്, ഹദീസുകളെ നിഷേധിക്കുന്നവരാണെങ്കിൽ. ഇനി ഖസ്തല്ലാനി അദ്ദേഹത്തിന്റെ ഇർഷാദുസ് സാരി എന്ന് പറയുന്ന സഹീഹുൽ ബുഖാരിയുടെ ഷർഹ് 2-ാം വാള്യം 54-ാമത്തെ പേജിൽ പറയുന്നത് കാണാം, ശാഫിഈ മദ്ഹബിന്റെ ആളുകൾ ഇപ്പറഞ്ഞതിൽ നിന്ന്, അതായത് ഏത് നമ്മാടിയുടെയും വിദേഹത്തിന്റെയും പിന്നിൽ വെച്ച് നമസ്കരിക്കാം എന്ന് പറയുന്നതിൽ നിന്ന് ആരെ ഒഴിവാക്കിയിട്ടുണ്ട്? അള്ളാഹുവിന് അറിവുണ്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളുടെയും അതിന്റെ ഓരോ ജുസ്ഇയ്യാത്തും അതിന്റെ ഉള്ളിലുള്ള ഓരോരോ ഘടകങ്ങളെ കുറിച്ചുമുള്ള അറിവ് അള്ളാഹില്ല എന്ന് പറയുന്ന ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ലോകത്ത് ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹുവിന് അറിയില്ല എന്ന് പറയുന്ന ആളുകൾ, അപ്പൊ അതൊക്കെ ഈ ഖദരിയാക്കളുടെ വാദമാണ്. അതുപോലെ അള്ളാഹുവിനെയോ അള്ളാഹുവിന്റെ സിഫത്തുകളെയോ രൂപപ്പെടുത്തുന്ന ആളുകൾ, അവരെയും ഇക്കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫലാ യജൂസുൽ ഇഖ്തിദാഉ ബിഹിം കസാഇരിൽ കുഫാർ, മറ്റ് കാഫറുകളുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കുന്നത് പാടില്ലാത്ത പോലെ തന്നെ ഈ വിശ്വാസമുള്ള ആളുകളെയും പിന്തുടരുന്നത് ശരിയല്ല. അപ്പൊ എന്താണ്, എല്ലാന്റെയും പിന്നിൽ പോയി നമസ്കരിക്കാമോ? ഇല്ല. ഇപ്പറഞ്ഞ പഴച്ച ചിന്താഗതിയുള്ള വിദേഹത്തിന്റെ കക്ഷികളുടെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് തന്നെ തീർത്ത് ശാഫി മദ്ഹബിലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുബ്തദീന്റെ പിന്നിൽ നമസ്കരിക്കാം. ഏത് മുബ്തദി? യഖൂലു ബിഖൽഖിൽ ഖുർആൻ ഔ ബിഗൈരിഹി മിന
മിനൽ ബിദഅഇല്ലത്തി ലാ യക്ഫുറു ബിഹാ സാഹിബുഹാ. ഒരാൾ ഒരു ബിദഅത്ത് ചെയ്യുന്നു, ആ ബിദഅത്ത് ചെയ്യുന്ന ആൾ കാഫറായി പോവുകയില്ല. അങ്ങനെയുള്ള ബിദഅത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ അവന്റെ പിന്നിൽ നമസ്കരിക്കാവുന്നതാണ്. ഏതുപോലെ ഹൽഖുൽ ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്ന ഒരുത്തനെ പോലെ. അത് ഏത് തരത്തിലുള്ള തെറ്റാണ് എന്നുള്ളത് വേറെ വിശദീകരിക്കാം. ഇവിടെ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം അനുസരിച്ച് ഇത്തരം ആളുകൾ, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത കുഫറല്ലാത്ത ബിദഅത്ത് ചെയ്യുന്നവനെ തുടരാം. അപ്പൊ അതിന്റെ മറുവശം എന്താ? പാടില്ല എന്നുള്ളതാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ബിദഅത്താണെങ്കിൽ അത് ചെയ്യുന്ന ഒരുത്തനെ പിന്നിൽ വെച്ച് നമസ്കരിക്കാൻ പാടില്ല. ഇനി അൻവർ ഷാ കാശ്മീരി, നമ്മളെ ഇന്ത്യക്കാരനായ അൻവർ ഷാ കാശ്മീരി സഹീൽ ബുഖാരിന്റെ ഷർഹിൽ ഫൈദുൽ ബാരി 2-ാം വാള്യം 281-ാമത്തെ പേജ് പറയുന്നു, അന്നൽ ഇമാമ ലൗ കാന മുബ്തദിയൻ ഫഇല്ലം തബ്ലുഗ് ബിദഅവതിഹി ഇലാ ഹദ്ദിൽ കുഫ്രി യസിഹുൽ ഇഖ്തിദാഉ ബിഹി വഹുവ അഫ്ളൽ മിനൽ ഇൻഖിറാദ്. ഇമാം ബിദഅത്ത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ബിദഅത്ത് കുഫറിന്റെ പരിധിയിൽ എത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇമാമിനെ തുടരാവുന്നതാണ്. അത്തരമൊരു ഇമാമിനെ, ബിദഅത്ത് ചെയ്യുന്ന ആളാണ് പക്ഷെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ബിദഅത്തല്ല എങ്കിൽ ആ ഇമാമിനെ തുടരാം. ആ ഇമാമിനെ തുടരലാണ് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? കുഫ്റോ ശിർക്കോ ആകുന്ന ബിദഅത്ത് ചെയ്യുന്നവനാണെങ്കിൽ അത്തരം ഒരു മുബ്തദിയെ തുടരാൻ പാടില്ല. ഫൈദുൽ ബാരിയിൽ തന്നെ വീണ്ടും കാണാം, അടുത്ത പേജ് 282-ാമത്തെ പേജ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചോദ്യത്തിന് മറുപടി പറഞ്ഞ ബുഖാരി ഉദ്ധരിച്ച ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാം, ഇവിടെ ഒരു കാര്യം ഇന്ന് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യം ഇവിടെയും ഓർമ്മപ്പെടുത്തുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അല്ലെങ്കിൽ അതിന് ഇമാം ബുഖാരി നൽകിയിട്ടുള്ള തലക്കെട്ടിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നേരത്തെ പറഞ്ഞത് പിന്നെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയല്ല. ഇത്തരം ആളുകളെ, അതായത് ആ തലക്കെട്ടിൽ കൊടുത്തത് പ്രകാരം മനസ്സിലാക്കുകയാണെങ്കിൽ ഫാജിറിന്റെയും മുബ്തദിയന്റെയും പിന്നിൽ വെച്ച് നമസ്കരിക്കണം എന്ന് പഠിപ്പിക്കാനല്ല, അവരുടെ പിന്നിലുള്ള ജമാഅത്ത് തേടിപ്പോകണം എന്ന് പ്രേരിപ്പിക്കാനുമല്ല. മറിച്ച് ഈ ഹദീസിൽ മനസ്സിലാക്കാവുന്നത് വഇന്നമാ വറദ ഫീ തസ്ഫിയതിഹിം, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമസ്കരിക്കേണ്ടി വരുന്ന ആളുകളെ ആശ്വസിപ്പിക്കുക എന്ന കാര്യത്തിൽ മാത്രമാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താ, വേറെ ഇമാമില്ല, നമുക്ക് വേറെ പോകാൻ കഴിയുന്നില്ല, ഇവിടെ ഭരണാധികാരി തടയപ്പെട്ടിരിക്കുന്നു, നാട്ടിൽ കലാപം നടക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഈ കലാപകാരികളെ ഭയപ്പെട്ടുകൊണ്ട് അവിടെ നമസ്കരിക്കേണ്ടി വന്നാൽ, ഇനി അല്ലെങ്കിൽ അല്ലാതെ തന്നെ അവിടെ തുടരേണ്ടി വന്നാൽ ആ ആളുകളെ ആശ്വസിപ്പിക്കുക, നിങ്ങളുടെ നമസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അതും ഏത് ഇപ്പറയുന്ന കലാപകാരികളായ ആളുകൾ കാഫറുകളായിരുന്നില്ല. പിൽക്കാലത്തുണ്ടായ ഖവാരിജി ചിന്താഗതിക്കാരുള്ള തീവ്ര ഖവാരിജി ചിന്താഗതികൾ ഉണ്ടായിരുന്നില്ല. അത്തരമൊരു ഘട്ടമല്ല, അതിന്റെ കലാപത്തിന്റെ തുടക്കം മാത്രമാണ്. ഇത് ശക്തിപ്പെടുന്നത് പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അതിന് ശേഷവുമാണ്. അങ്ങനെയാണ് ഘട്ടം ഘട്ടമായി കടുത്ത കുഫറിലേക്കും മറ്റും എത്തുന്ന വാദങ്ങൾ അവർ പറഞ്ഞത്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കാലഘട്ടത്തിൽ അതിന്റെ വെറും ഒരു തുടക്കം മാത്രമാണ്. അന്ന് ഇവർ ഖവാരിജികൾ എന്നറിയപ്പെട്ടിരുന്നോ എന്നതുപോലും പരിശോധിക്കേണ്ട വിഷയമാണ്. ഹദീസ് സൂചിപ്പിച്ചതുപോലെ നതഹറജ്, ഞങ്ങൾക്ക് ഇമാമുകളെ തുടരാൻ മനസ്സിലൊരു ക്ലേശം അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ ആ ക്ലേശത്തിനൊരു തുറവി കൊടുക്കുക എന്ന നിലക്കും മാത്രമാണ്, അവരുടെ ഹൃദയത്തെ ഒന്ന് തണുപ്പിക്കുക എന്ന നിലക്കുമാണ്, അതുപോലെ തന്നെ അവർക്കുണ്ടായ ഈ ചൂടിനെ നശിപ്പിക്കുക എന്ന നിലക്കുമാണ്. ഇത്തരം ഇമാമുമാരെ പിൻപറ്റേണ്ടുന്ന ഒരു നിർബന്ധിത ഘട്ടമുണ്ടായപ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ വേദനയെ കെടുത്തിക്കളയുക എന്ന നിലക്കുമാകുന്നു. അപ്പൊ ഭരണാധികാരിക്കെതിരെ കലാപം ഉണ്ടാക്കുക എന്ന ഫിത്ന, അതാണ് ഇവിടുത്തെ ഫിത്ന. അത്തരമൊരു ബിദ്അത്തും ഫിത്ന നടത്തുക എന്നതിലും അകപ്പെട്ട ആളുകളെ പിന്തുടരുന്നത് അവർക്ക് പ്രയാസകരമായി തീർന്നു. അപ്പൊ അവിടെ ഫൈദുൽ ബാരിയിൽ വളരെ കൃത്യമായി അൻവർ ഷാ കാശ്മീരി വിശദീകരിച്ചത് ഈ ഹദീസ് എല്ലാ മുബ്തദിന്റെയും പിന്നിൽ പോയി നമസ്കരിക്കാമെന്ന് പഠിപ്പിക്കാനല്ല. പിന്നെന്തിനാണ് അങ്ങനെ ഒരു ഘട്ടം വന്നാൽ നിങ്ങൾ നമസ്കരിച്ചോളൂ, നിങ്ങൾ അതിന്റെ പേരിൽ മാനസികമായി ക്ലേശപ്പെടേണ്ടതില്ല. ഏത് ഘട്ടം? നാട്ടിലുള്ള എല്ലാ മുബ്തദിന്റെയും തെരഞ്ഞു പിടിച്ച്, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് 2 പള്ളിയുണ്ട്, തൗഹീദുള്ള പള്ളി കയറാതെ വിദേഹത്തിന്റെ ആളുകൾ ശിർക്ക് ചെയ്യുന്ന ആളുകളെ പള്ളിയിൽ പോകാനല്ല, ഇത് ഐക്യമാണെന്ന് പഠിപ്പിക്കാനല്ല. ഈ ഹദീസിന് അങ്ങനെ കിട്ടൂല. പിന്നെന്താണ്? വേറൊരു പള്ളിയില്ലാതിരിക്കുകയും ഭരണാധികാരിക്കെതിരെ നാട്ടിൽ കലാപം നടക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരമൊരു ഇമാമിനെ തുടരേണ്ടി വന്നാൽ തുടരാം. അതൊരു നിർബന്ധിത ഘട്ടമാണ്. കാരണം എന്താ? ഇൽതറു ഇലൽ ഇഖ്തിദാഇ ബിഹിം, അവരെ പിൻപറ്റാൻ അവർ അടിയന്തര ആവശ്യമുള്ളവരായി തീർന്നു, നിർബന്ധിക്കപ്പെട്ടവരായി തീർന്നല്ല. അപ്പൊ സംഗതി വളരെ വ്യക്തമാണ്. ഇത് കൊണ്ടുവന്നിട്ടാണ് നാട്ടിലെല്ലാവരെയും പിന്തുടർന്ന് ഐക്യം ഉണ്ടാക്കണം. അപ്പൊ ഒരു സ്ഥലത്ത് മുജാഹിദിന്റെ പള്ളി, സലഫി പള്ളി, അതിന്റെ അപ്പുറത്ത് ശിർക്കിന്റെ വിദേഹത്തിന്റെ ജാറമറ്റാച്ചിന് പള്ളികൾ, ഇതൊക്കെ ഉണ്ടാവുമ്പോ അവിടെയും കയറാം ഇവിടെയും കയറാം, എവിടെ കയറിയാൻ തിരക്കില്ല. ഇത് കേരളത്തിൽ ആദ്യമായി ഈ ഫിത്ന കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ ഇല്ലാത്ത വാദം ശരിയല്ലാത്ത വാദം കൊണ്ടുവന്നത് ഈ മങ്കട
മങ്കടനയുടെ ആളുകളാണ്. മങ്കടനക്കാരാണ് ഇത് കേരളത്തിൽ ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഏത് സാധനത്തെയും പോയി തുടരാം എന്നുള്ളത്. ഇനി ആധുനികനായ ഈ അടുത്ത കാലത്തും കുറച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുള്ള ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന അദ്ദേഹത്തോടുള്ള ചോദ്യം നമുക്ക് പരിശോധിച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ വിദേഹത്ത് മുറുകെ പിടിക്കുന്നവരാണ്, അവരുടെ പിന്നിൽ വെച്ച് ജുമാ ജമാഅത്തുകൾ നിർവഹിക്കാൻ പറ്റുമോ, അതല്ല ഒറ്റക്ക് നമസ്കരിക്കണമോ, അല്ലെങ്കിൽ അവൻ ജുമാ നിർബന്ധമില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി നമുക്ക് കാണാം. അബൂ ജഅഫർ തഹാവി, ഇമാം തഹാവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തന്റെ അഖീദയെ കുറിച്ച് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതെന്താ, ഏത് പുണ്യം ചെയ്യുന്നവന്റെയും തമ്മാടിയുടെയും പിന്നിൽ നമസ്കരിക്കാം, നമ്മൾ നമസ്കരിക്കും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാണെന്നല്ല. പുണ്യവാളന്റെ നന്മ ചെയ്യുന്നവന്റെ പിന്നിൽ നമസ്കരിക്കുന്നതും ഫാജിറിന്റെ പിന്നിൽ നമസ്കരിക്കുന്നതും ഒരുപോലെയാണ് എന്നല്ല. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത തിന്മകൾ ചെയ്യുന്ന പാപിയാണെങ്കിലും ഒരു ഘട്ടത്തിൽ നമസ്കരിക്കേണ്ടി വന്നാൽ അവന്റെ പിന്നിൽ നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. എന്നാൽ ഇതൊക്കെ പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് തെളിവാക്കി കൊണ്ടുവരുന്നതിന് അവിടെ തൗഹീദിന്റെ പള്ളിയുണ്ട്, ഇവിടെ ഒരു ശിർക്കിന്റെ പള്ളിയുണ്ട്, എന്നാൽ രണ്ടും ഒരുപോലെയാണ് ശിർക്കിന്റെ പള്ളിക്കാരൻ. ഇത് ലോകത്തൊരു സലഫി ഇമാം പറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നു, മിൻ അഹ്ലിൽ ഖിബ്ല. ഈ ഇമാം ആരായിരിക്കണം? അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവരാകണം. അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഗാനേശുമാരും മുസ്ലിക്കും പറയുന്ന ആളല്ല. തൗഹീദ് ഉള്ള, ശിർക്ക് ചെയ്യാത്ത, എന്നാൽ മറ്റു തിന്മകൾ പ്രവർത്തിച്ചേക്കാവുന്ന എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് അഹ്ലുൽ ഖിബ്ല. അതിൽ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവനോ കുഫ്ർ പ്രവർത്തിക്കുന്നവനോ അതിൽ പെടുകയില്ല. അത് അഹ്ലുൽ ഖിബ്ലയിൽപ്പെടില്ല. അപ്പൊ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട, എന്നാൽ കള്ളു കുടിക്കുകയോ വിചരിക്കുകയോ അല്ലെങ്കിൽ അത്ര വല്ല തിന്മകളോ ചെയ്യുന്ന ആളാണെങ്കിൽ അവന്റെ പിന്നിൽ നമസ്കരിക്കേണ്ടി വന്നാൽ നമസ്കരിക്കാം. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, ഷെയ്ഖ് ഇബ്നു ബാസ് വിശദീകരിക്കാൻ, നീ മനസ്സിലാക്കണം, ഒരാൾക്ക് ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കാം. ഏത് ഇമാമ്? ആ ഇമാമിന്റെ ബിദ്അത്തിനെ കുറിച്ചോ തമ്മാടിത്തത്തെ കുറിച്ചോ നമുക്കറിയില്ല. അങ്ങനെ അറിയാത്ത ഒരു ഇമാമിന്റെ പിന്നിൽ എവിടെ സ്ഥലത്തെത്തിപ്പെട്ടാൽ അയാളുടെ പിന്നിൽ നമസ്കരിക്കാമെന്നത് അഇമ്മത്തിന്റെ, മുസ്ലിം പണ്ഡിതന്മാരുടെ, ഇമാമുകളുടെ ഏകകണ്ഠമായ അഭിപ്രായമാകുന്നു. അതെന്തുകൊണ്ടാ? ഈ ഇമാമിനെ കുറിച്ച് അറിയില്ല. എന്നാൽ ഒരു ഇമാമിനെ കുറിച്ച് നിന്ന പള്ളിയാണ്, ആ പള്ളിയിൽ ഉണ്ടാവുക, ആ പള്ളിയുടെ അശരി തരീഖത്ത് അല്ലെങ്കിൽ മാതുരി തരീഖത്ത്, പിന്നെ അള്ളാഹു അല്ലാത്തൊരു ദുആ ചെയ്യണം, അല്ലെങ്കിൽ അത് പുണ്യമാണ്, അതാണ് നല്ലത് എന്നൊക്കെ പറയുന്ന ആളുകളുടെ പള്ളിയാണെങ്കിൽ സ്വാഭാവികമായും ആ പള്ളിയിൽ ഉണ്ടാകുക അങ്ങനത്തെ ഇമാമാണ്. അപ്പൊ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഇതിന്റെ പള്ളിയാണ്, ഇന്ന വിഭാഗത്തിന്റേതാണ്, ശിർക്കും വിദഅത്തും പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ ആ പള്ളി നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ ബൽ യുസല്ലി ഖൽഫൽ മസ്തൂറുൽ ഹാൽ, അയാളുടെ സ്ഥിതി എന്താണെന്നറിയാത്ത അങ്ങനെ ഒരാളിൽ പിടിച്ച് നമസ്കരിച്ചാൽ അത് അനുവദനീയമാണ്. അപ്പൊ അങ്ങനെ ഘട്ടം വന്നാൽ ഇനി അദ്ദേഹത്തോട് തന്നെ വേറെ ചോദ്യം, മുബ്തദീന്റെ പിന്നിൽ വെച്ച് നമസ്കരിക്കാമോ? ആ ആളുടെ ബിദ്അത്ത് ആരാധനാപരമായ വിഷയങ്ങളിലും വിശ്വാസപരമായ കാര്യങ്ങളിലും ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടിലുമാണോ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? രണ്ട് തുല്യാണോ? നിസ്കരിക്കാൻ പറ്റുമോ? അതിന് അദ്ദേഹം പറയുന്ന നൽകിയിട്ടുള്ള മറുപടി, മുബ്തദിയെ ഇമാമായി സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിക്കൽ അവന്റെ ശഅ്ന്, അവന്റെ അവസ്ഥ, സ്ഥാനത്തെ ഉയർത്തലാണ്. അതുകൊണ്ട് തന്നെ ഇമാമായി അന്വേഷിക്കപ്പെടേണ്ടത് സ്വലാഹുള്ള, ഇസ്തിഖാമത്തുള്ള, ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളെയാണ്. ഇത് മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ്. അങ്ങനെയുള്ള ഇമാമുകളെ തെരഞ്ഞു പിടിക്കുക, കൊണ്ടുവരിക, ബിദ്അത്തിൽ നിന്ന് അകന്നവനെ അന്വേഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്താ, രണ്ട് പള്ളി എടുത്തെടുത്തുണ്ടെങ്കിൽ അവൻ പോകാൻ പറ്റുന്നോ? അങ്ങനത്തെ ഇമാമിനെ ആക്കാൻ പറ്റൂല. ഉണ്ടെങ്കിൽ അവൻ അന്വേഷിക്കേണ്ടത് എന്താ? ബിദ്അത്തില്ലാത്ത, ശിർക്ക് ചെയ്യാത്ത, തമ്മാടിയല്ലാത്ത ഒരു സ്വാലിഹായ ഇമാമുള്ള പള്ളി ഏതാണ് എന്ന് അന്വേഷിക്കണം. എന്നാൽ ഇവിടെ ആളുകൾ പറയുന്നതോ, ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ രണ്ടോ മൂന്നോ പള്ളി ഉണ്ടെങ്കിൽ അടുത്തത് ഏതാണോ അവിടെ പോകാം. ഈ അഭിപ്രായം ലോകത്താരെങ്കിലും പറഞ്ഞതായി, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇനി ഒരു പള്ളി കണ്ടു, ആ പള്ളിയുടെ ഇമാമ് ബിദ്അത്തിന്റെ ഇമാമാണ്, പക്ഷേ ബിദ്അത്തുഹു ഗൈറു മുകഫിറ, അയാൾ ചെയ്യുന്ന ബിദ്അത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന, കാഫിറാക്കുന്ന ബിദ്അത്ത് അല്ല എങ്കിൽ അത്തരം ആളുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കൽ അനുവദനീയമാണ്, സ്വഹീഹാണ്. പക്ഷേ വൽ വാജിബു ഇസാലത്തുഹു വഇബ്ദാലുഹു ബിഗൈരിഹി, ഈ ബിദ്അത്ത് ചെയ്യുന്നവൻ ശിർക്കോ കുഫ്റോ ഉള്ള ബിദ്അത്ത് അല്ല ചെയ്യുന്നതെങ്കിൽ പോലും അയാളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയും പകരം ഒരാളെ കൊണ്ടുവരികയും ചെയ്യേണ്ടത് ആരാണോ ഇമാമിന് നിർത്തിയത് അവരുടെ ബാധ്യതയാണ്. എന്നാൽ ഒരാൾ ചെയ്യുന്ന ബിദ്അത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, പുറത്താക്കുന്ന ബിദ്അത്താണെങ്കിൽ, ആരെപ്പോലെ ഉദാഹരണം പറയുന്നു, ഖബറുകളെ ആരാധിക്കുന്ന ഒരു ഇമാം, മരിച്ചവരോട് ഇസ്തിഗാസ നടത്തുന്ന ഇമാം, എങ്കിൽ ലാ തസിഖു സലാത്തു ഖൽഫഹു, അങ്ങനെയുള്ള ഒരു മുഹ്തദീന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല. ഇവിടെ എന്താ ചോദ്യം? മുശ്രിക്കിന്റെ പിന്നിൽ നിസ്കരിക്കാൻ പാടുന്നോന്നല്ല, ശിർക്ക് ചെയ്യുന്നതിന് നിസ്കരിക്കാൻ പാടുന്നല്ല, ബിദ്അത്തിന്റെ പിന്നിൽ നിസ്കരിക്കാമോ? അപ്പൊ ബിദ്അത്ത് രണ്ട് തരമുണ്ട്, കുഫ്റാകുന്നതും കുഫ്റല്ലാത്തതുമുണ്ട്, ശിർക്കാകുന്നതും ശിർക്കല്ലാത്തതുമുണ്ട്. ശിർക്കാകുന്ന ബിദ്അത്ത് ചെയ്യുന്നവന്റെ പിന്നിൽ നമസ്കരിച്ചാൽ സാധുവാവുകയില്ല, നിസ്കരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ലാ തസിഖു സലാത്തുഹു ഫീ നഫ്സിഹി ലികുഫ്രിഹി വലാ തസിഖു സലാത്തു ഖൽഫഹു. നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ഹദീസും തെറ്റായതുകൊണ്ട് നമ്മൾ അസ്ലിലേക്ക് മടങ്ങുന്നു എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞ കാര്യം. അസ്ലെന്താ? ആരുടെ നമസ്കാരം സാധുവാകുന്നുവോ അവൻ
അവന്റെ പിന്നിൽ നമസ്കരിക്കാം. അതന്നെ വേറൊരു വാചകത്തിൽ ഇവിടെ ഇബ്നു ബാസ് പറയാൻ, ഈ ശിർക്ക് ചെയ്യുന്ന അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ഇസ്തിഹാസ നടത്തുന്ന ഖബറാരാധകനായ ഇമാമിന്റെ നമസ്കാരം അയാളുടെ നമസ്കാരം തന്നെ അയാളുടെ കുഫ്ർ കൊണ്ട് സാധുവല്ല എന്നിരിക്കെ പിന്നിൽ വെച്ച് നമസ്കരിച്ചവന്റെ നമസ്കാരവും സാധുവാവുകയില്ല. അപ്പൊ ഇതൊരു ചില്ലറ വിഷയമല്ല, കുഴപ്പമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. നമസ്കാരം പോയി നമ്മുടെ നമസ്കാരം ബാത്തിലാകുന്നുവെങ്കിൽ പിന്നെന്താ കഥ? പരലോകത്ത് എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിച്ചു കൊണ്ടുവന്ന് എവിടെയും പോയി നിസ്കരിക്കാം? ഇത് ഐക്യത്തിന്റെ പാതയാണ് എന്ന് പറയുന്നത്. ഇനി ഇബ്നു ബാസ് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. മോള് പറഞ്ഞത് കിട്ടും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിധേയത്ത് ഏതാണ്, അല്ലാത്തത് ഏതാണ്? അതിന്റെ താഴെ അദ്ദേഹം ഉദാഹരിക്കുന്നത് കാണാം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത വിധേയത്ത് എന്ന് പറഞ്ഞാൽ അതേതാണ്? ഒരാൾ മഅസിയത്ത് പാപം ചെയ്യുന്നു, അങ്ങനെയുള്ളവനെ പിന്നിൽ നമസ്കരിക്കാം. ഒരു തമ്മാടിയായ ഒരുത്തൻ അള്ളാഹിന്റെ കൽപ്പന ലംഘിക്കുന്ന ഒരുത്തൻ, അവനാണ് ഫാസി. ഇതുപോലെ ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, കള്ളു കുടിക്കുക, പിന്നെ താടി വടിക്കുക. താടി വടിക്കല് ഫുസൂഖ്, തമ്മാടിത്തന്ന്. ആ തമ്മാടിയായ താടി വടിക്കുന്ന ഇമാമിന്റെ പിന്നിൽ തുടരാം. ഇത് അങ്ങനെ സാഹചര്യം വന്നാൽ. പക്ഷേ അയാൾ മാറ്റണം അങ്ങനത്തെ ഇമാമാണെങ്കിൽ. എന്നാൽ പിന്നിൽ നമസ്കരിച്ചവന്റെ നമസ്കാരം സാധുവാണ്. എന്തുകൊണ്ട്? മറ്റോ കാഫറായിട്ടില്ല, ഈ തിന്മ ചെയ്തതുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം വീണ്ടും വിശദീകരിക്കുകയാണ്, ഭരണാധികാരികൾ എന്ത് ചെയ്യണം? ഇത്തരം ആളുകളെ മാറ്റാൻ ശ്രമിക്കണം. അപ്പൊ രണ്ടിനും ഇബ്നു ബാസ് ഉദാഹരണം പറഞ്ഞു. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിധേയത്താണ്, പുറത്തു പോകാത്ത വിധേയത്താണ്. എന്നാൽ അത് രണ്ടും ഒരുപോലെയാണോ? അല്ല. വിധേയത്ത് ചെയ്യുന്ന ഇമാമരെയാണെങ്കിലും മാറ്റണം, അതല്ലാത്ത വേറെ പള്ളിണ്ടെങ്കിൽ അത് തെരഞ്ഞു പോകണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിലൊക്കെ തീർത്തും വിരുദ്ധമായാണ്, വളച്ചൊടിച്ചുകൊണ്ടാണ് പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അപ്പൊ ചില ആളുകൾ പറയും, ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ആൾക്ക് പിന്നിൽ വെച്ച് സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ നമസ്കരിച്ചിട്ടില്ലേ? അപ്പൊ മുബ്തദീനെ പിന്നിൽ വെച്ച് നമസ്കരിച്ചുകൂടെ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമസ്കരിക്കാമോ? ഇവിടെ ഇബ്നു ബാസ് എന്താ വകാന മിൻ അഫ്സഖിന്നാസ്, ഇയാള് വിദേഹത്തിന്റെ ആളാണെന്നോ ശിർക്കിന്റെ ആളാണെന്നോ ഇബ്നു ബാസ് പറയുന്നില്ല. സഹാബത്തിൽ ചില ആളുകൾ നമസ്കരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? വകാന മിൻ അഫ്സഖിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ തമ്മാടിയായിരുന്നു അദ്ദേഹം. സഫാക്കൽ ലിദിമാ, അദ്ദേഹം ഒരുപാട് ആളുകളുടെ രക്തമൊഴുക്കിയിട്ടുണ്ട്. പക്ഷേ അയാൾ ആരല്ല? കാഫിറല്ല, മുശ്രിക്കല്ല, വിദേഹത്തിന്റെ ആളല്ല. ഏത്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിദേഹത്തെ ആളല്ല. ലിഅന്നഹു മുസ്ലിം. എന്തുകൊണ്ടാണ് സഹാബത്ത് അവരുടെ പിന്നിൽ വെച്ച് നമസ്കരിച്ചത്? ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, തമ്മാടിയായ രക്തം ചിന്തിയ ഹജ്ജാജ് മുസ്ലിം ആയിരുന്നു. അപ്പോ നേരത്തെ പറഞ്ഞ അഹ്ലുൽ ഖിബലയിൽപ്പെട്ടവനാണ്, ശിർക്കോ കുഫ്റോ ഉള്ള ആളല്ല. അപ്പൊ സംഗതി വളരെ വ്യക്തമാണ്. ഇതാണ് വസ്തുത. എന്നാൽ ഇത് ഒരു ഇമാമ് മാത്രമല്ല, മറ്റൊരുപാട് ആളുകളും സംഘടനക്കാരും മൊത്തത്തിലും സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് ആരുടെ പിന്നിൽ വെച്ചും നമസ്കരിക്കാമെന്നത്. ഇനിയിപ്പോ നബിദിനത്തിന്റെ മാസമാണല്ലോ, നബിദിനം ആഘോഷിക്കുന്ന ഒരു ഇമാമിന് നമസ്കരിക്കാമോ? അതും ഇതേ ഫത്വന്റെ അടുത്ത ഭാഗമായി ഇബ്നു ബാസ് വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത വിദേഹത്തിന്റെ ഉദാഹരണമാണ് നബിദിനം ആഘോഷിക്കുക എന്നത്. എപ്പോഴും എല്ലാ നബിദിനാഘോഷവും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്തതല്ല. അദ്ദേഹം പറയാണ്, ഇദാലം യകുൻ ഫീഹാ ശിർകുൻ, ആ നബിദിനാഘോഷത്തിൽ ശിർക്കില്ല എങ്കിൽ. എന്തുപോലെ വെറും ഒരു നബിദിനം ആഘോഷിക്കുന്നു, നബിദിനം എന്ന പേരിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുക, എന്നിട്ട് എന്തെങ്കിലും ക്ലാസുകളോ പാഠങ്ങളോ വായിക്കുക, അല്ലെങ്കിൽ ശിർക്കില്ലാത്ത കവിതകൾ വായിക്കുക, ഇതൊക്കെ എതിർക്കപ്പെടേണ്ട വിദേഹത്താണ്. അങ്ങനെയുള്ള ഒരു വെറും ഒരു നബിദിനം എന്ന നിലക്ക് ആഘോഷിക്കുന്ന ആള് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല, അവനെ തുടരാം. എന്നാൽ ഈ പാടുന്ന പദ്യത്തിലോ പ്രാർത്ഥനയിലോ ഫീഹാ ശിർകുൻ ഫീഹാ ദുആഉൻ നബി വൽ ഇസ്തിഗാസതു ബിഹി, ആ വരികളിൽ ശിർക്കോ നബിയോടുള്ള പ്രാർത്ഥനയോ നബിയോടുള്ള ഇസ്തിഗാസയോ ഉണ്ടെങ്കിൽ സാറദാലിക ശിർക്കൻ അക്ബർ, അത് വലിയ ശിർക്കായി. അപ്പൊ നബിദിനം ആഘോഷിക്കുന്ന ഇമാമിന്റെ അതിനെ പിന്തുണക്കുന്ന ആളുകളുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കുന്നത് സാധുവാവുകയില്ല എന്ന് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പഠിക്കണം. ഒരുപാട് ആളുകൾ വസ്വാസ് ഉണ്ടാക്കുകയാണ്. ആളുകളെ നന്മയിലേക്ക് ഏറ്റവും ശരിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം തിന്മയിലേക്ക് കൊണ്ടുപോകാൻ, അങ്ങനെ ഐക്യം സൃഷ്ടിക്കാൻ നമ്മൾ എല്ലാത്തിന്റെയും ആളാണ് എന്ന് വരുത്താൻ വേണ്ടി മതത്തിൽ ഈ ജാതി കൃത്രിമങ്ങളോ അല്ലെങ്കിൽ പ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങളോ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് ഫസാദാക്കരുത്. അതിന്റെ ശിക്ഷ